IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ വ്യക്തത വരുത്തണമെന്ന പിതാവ് മധുസൂദനൻ റിപ്പോർട്ടറിനോട്. മേഘ മറ്റൊരാളാൽ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടിരുന്നു. മകളുടെ ശമ്പളത്തുക മുഴുവൻ സുകാന്ത് എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തതായും മേഘയുടെ മൊബൈൽ ഫോണിലേക്ക് ഒടുവിൽ വന്ന കോൾ സുകാന്തിൻ്റെതാണെന്നും സുകാന്താണ് മകളുടെ മരണത്തിന് കാരണമെങ്കിൽ നിയമ നടപടി ഉണ്ടാകണമെന്നും മധുസൂദനൻ പറഞ്ഞു. നമ്മൾ കിട്ടുന്ന തെളിവുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ കൂടുതൽ അന്വേഷിക്കണം. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല, ഈ ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം. അവരുടെ പൈസ എല്ലാം, അതായത് കിട്ടുന്ന പൈസ മുഴുവനും ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നുണ്ട്. അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അവൻ്റെ പേരുണ്ട്, സുകാന്ത് പേരുണ്ട്. അത് എന്തെങ്കിലും ഭീഷണിയുടെ പുറത്തോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ആര് ജോലിക്കാരായാലും അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ പിതാവിന്റെ വലിയ വെളിപ്പെടുത്തലാണിത്. ആരാണ് ഈ സുകാന്ത് എന്നറിയാനാകുന്നുണ്ടോ? സുകാന്ത് എന്ന പേര് മകൾ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇയാളെ അറിയുന്നതാണോ? മുഴുവൻ ശമ്പളവും അയാളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ പിതാവിന്റെ പ്രതികരണം. ഇതിൽ ഈ മരണത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്? സ്മൃതി, 2023 ഡിസംബറിലാണ് മേഘ IBയിൽ ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് 2024 ആദ്യ മാസം ട്രെയിനിങ് പരിശീലനത്തിനായി പോവുകയുണ്ടായി. ആ പരിശീലന ക്ലാസ്സിൽ വെച്ചാണ് ഈ സുകാന്ത് എന്ന ആളുമായി മേഘ പരിചയപ്പെട്ടത്. ഇവർ രണ്ടും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ IBയിൽ തന്നെ അതിൻ്റെ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തിരുവനന്തപുരത്ത് IBയിൽ മേഘയ്ക്ക് ജോലി ലഭിക്കുന്നു. ഈ സുകാന്ത് എറണാകുളത്താണ് ജോലി ലഭിച്ചത്. ഇവർ തമ്മിൽ പിന്നീട് പലപ്പോഴും ഫോണിൽ കൂടിയും ഒപ്പം തന്നെ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നതായും പിതാവ് മധുസൂദനൻ പറയുന്നുണ്ട്. 2024 ശമ്പളം ലഭിച്ചു തുടങ്ങിയതിന് ശേഷം ആദ്യ മാസങ്ങളിൽ ചെറിയ തുകകൾ ഈ സുകാന്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മേഘ ട്രാൻസ്ഫർ ചെയ്തിരുന്നുവെന്ന് മധുസൂദനൻ പറയുന്നു. അതൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ മുഴുവൻ ശമ്പളത്തുകയും ഈ സുകാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നിലയിലേക്ക് എത്തി. ഇത് മാതാപിതാക്കൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഭക്ഷണത്തിന് പോലും മകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതായി മറ്റ് സഹപ്രവർത്തകർ പറഞ്ഞിരുന്നതായി ഇപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്. മേഘയുടെ ജന്മദിനത്തിന് മറ്റ് സഹപ്രവർത്തകരെല്ലാം കേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ പണമില്ല എന്ന് പറഞ്ഞ് മേഘ ഒഴിഞ്ഞു മാറുകയും പിന്നീട് സഹപ്രവർത്തകർ തന്നെ പണം സ്വരൂപിച്ച് ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തു എന്നും മധുസൂദനൻ പറയുന്നുണ്ട്. ഏതായാലും ഈ സുകാന്ത് എന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ ആരോപണം പിതാവ് മധുസൂദനൻ ഉയർത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ? അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടോ ചെയ്തതായി പറയുന്നുണ്ടോ? IBക്കും ഈ വിവരങ്ങൾ കൈമാറിയതായിട്ടാണോ നമുക്ക് അറിയാനാകുന്നത്? എന്താണ് പ്രവീൺ, അതിന്മേൽ എന്താണ് ഈ പിതാവ് പറയുന്നത്? ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണത്തിലാണ് മേഘയുടെ മരണം എന്നുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ മധുസൂദനൻ പറയുന്നത് റെയിൽവേ ട്രാക്കിലേക്ക് മകൾ എത്തിയപ്പോൾ ഫോൺ സംഭാഷണം അവിടെ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മകളുടെ ഫോണിലേക്ക് വന്ന ഫോൺ കോൾ എന്നുള്ളത് ഈ സുകാന്തിൻ്റെതാണെന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു. 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു കോൾ ഉണ്ടായിരുന്നു. ആ കോൾ സുകാന്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ ഫോൺ ഈ ട്രെയിൻ വരികയും പിന്നീട് അത് പൂർണ്ണമായിട്ടും നാമാവശേഷമാവുകയും ചെയ്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി മുഴുവൻ തെളിവുകളും പുറത്ത് കൊണ്ടുവരണം എന്നാണ് മധുസൂദനൻ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സുകാന്ത് എന്ന IB ഉദ്യോഗസ്ഥനിലേക്കാണ് മധുസൂദനൻ ഇപ്പോൾ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അത് കൃത്യമായി ഇമെയിൽ മുഖാന്തരം മകളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ വിശദമായി തന്നെ പോലീസിനും ഒപ്പം തന്നെ IBക്കും കൈമാറിയിട്ടുണ്ട്. അത് ഓരോ മാസവും ശമ്പളം കിട്ടുന്ന തുക മുഴുവൻ സുകാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി ഈ ബാങ്ക് അക്കൗണ്ട് രേഖകളിൽ ഉണ്ട്. അതാണ് പ്രധാനമായും ഇപ്പോൾ സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. മകളുടെ മരണത്തിന് ശേഷം ഒരു സഹപ്രവർത്തകനെ പറ്റി ഈ പരിശീലന ക്ലാസ്സുകളിലൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ പറ്റി പിതാവ് മധുസൂദനൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ബാങ്ക് അക്കൗണ്ട് രേഖകൾ കൈപ്പറ്റിയ ശേഷമാണ് കൃത്യമായും സുകാന്തിലേക്ക് ഇപ്പോൾ പിതാവ് മധുസൂദനൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കണമെന്ന് പറയുന്നു. മധുസൂദനൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. IB ഉദ്യോഗസ്ഥർ ഈ സുകാന്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പക്ഷേ IBയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ എന്ന് തന്നെയാണ് ഇപ്പോൾ പിതാവ് മധുസൂദനൻ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നും പറയുന്നു. മറ്റൊന്ന്, ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിരിക്കുന്നത് മേഘ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ്. അത്
അതിപ്പോൾ തങ്ങൾ തൽക്കാലം വിശ്വസിക്കുന്നു. പക്ഷേ പരിസരത്തുള്ള CCTV-കൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നൊരു ആവശ്യം കൂടി മധുസൂദനൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ, എങ്ങോട്ടേക്കാണ് കൃത്യമായിട്ട് സഞ്ചരിച്ചതെന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും പിതാവ് പറയുന്നുണ്ട്. ഏതായാലും സുഗാന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാണ് പിതാവ് മധുസൂദനൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്മൃതി, പ്രവീൺ, ഇതിൽ ഇങ്ങനൊരു പരാതി ഈ കുടുംബം പോലീസിനെ അറിയിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാളെ കസ്റ്റഡി എടുക്കും, ചോദ്യം ചെയ്യുന്നതിലേക്ക് വേഗം നീങ്ങേണ്ട സമയമായി കഴിഞ്ഞില്ലേ? അതേ സ്മൃതി, പിതാവ് ഇപ്പോൾ പറയുന്നത് ഒന്ന് മേഘയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല, മറ്റൊന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചിട്ടില്ല, അതിനുകൂടി തങ്ങൾ കാത്തിരിക്കുകയാണ്. പിതാവ് പറയുന്നത് പ്രകാരം ഈ പറയുന്ന ആൾ, അതായത് പരിശീലന ക്ലാസ്സുകളിൽ ഒപ്പമുണ്ടായിരുന്ന ആളെപ്പറ്റി കൃത്യമായിട്ടുള്ള സൂചന പോലീസിനും ഒപ്പം തന്നെ IB ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൾ സുഗാന്ത് എന്ന ആൾ മലപ്പുറം സ്വദേശിയാണ്. ഈ മലപ്പുറം സ്വദേശിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്, നിരീക്ഷണത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ സുഗാന്തിലേക്ക് കൂടുതൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീളുക. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ വെളിപ്പെടുത്തലാണ്. സുഗാന്ത് എന്നൊരാൾ മകളെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ആ പിതാവ് പറയുന്നത്. മേഘയുടെ മരണത്തിൽ വ്യക്തത വരുത്തണമെന്ന് പിതാവ് മധുസൂദനൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സുഗാന്ത് ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു മകളെ എന്നാണ് പിതാവ് പറയുന്നത്. മകളുടെ ശമ്പളത്തുക മുഴുവനായും സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തതായും മേഘയുടെ മൊബൈൽ ഫോണിലേക്ക് ഒടുവിൽ വന്ന കോൾ സുഗാന്തിൻ്റെതാണെന്നും സുഗാന്താണ് മകളുടെ മരണത്തിന് ഉത്തരവാദിയെങ്കിൽ നിയമ നടപടി വേഗം ഉണ്ടാകണമെന്നും മധുസൂദനൻ ആവശ്യപ്പെടുകയാണ്.